തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട, തേച്ചു മിനുക്കാനും പൂഴി വേണ്ട. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. തൊഴിൽ നൈപുണ്യ മേഖലയിൽ രാജ്യാന്തര പ്രശസ്തിയുള്ള നിട്ടൂരിലെ NTTF തൊഴിൽ പരിശീലന കേന്ദ്രം 65ാം വാർഷികത്തിന്റെ നിറവിൽ. 1959 ആരംഭിച്ച സ്ഥാപനത്തിന്റെ സ്ഥാപക ദിന വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായതായി NTTF അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുടർച്ചയായി 20, 21 തീയതികളിൽ NTTFന്റെ പാലയാട് കേന്ദ്രത്തിൽ ചരിത്ര ചിത്ര പ്രദർശനം, നൈപുണ്യ പ്രദർശനം, സാങ്കേതിക പ്രദർശനം തുടങ്ങിയ അനുബന്ധ പരിപാടികളും തലശ്ശേരിയിൽ ഫ്ലാഷ് മോബ്, വിളംബര ഘോഷയാത്ര എന്നിവയും നടത്തും. വാർഷികാഘോഷ പരിപാടികൾ 24-ന് പാലയാട്ടെ അസാപ്പ് പരിശീലന കേന്ദ്രത്തിൽ സമാപിക്കും. രാവിലെ 10-ന് ചേരുന്ന സമാപന സമ്മേളനത്തിൽ കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ മുഖ്യ അതിഥിയായി സംബന്ധിക്കും. വേദിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും അവാർഡ് ദാനം, ഏഷ്യയിലെ ആദ്യ ടൂൾ ആൻഡ് ഡൈമെക്കൽ എഞ്ചിനീയർ എന്ന ബഹുമതിയുള്ള നിട്ടൂർ NTTFലെ തലശ്ശേരിക്കാരിയായ പൂർവ്വ വിദ്യാർത്ഥി PV രാജലക്ഷ്മി ആദരിക്കൽ, കലാപരിപാടികൾ എന്നിവ സമാപന ഭാഗമായി അരങ്ങേറും. തലശ്ശേരിയിൽ അല്ലെങ്കിൽ ഉത്തര മലബാറിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ 1959 ഇത്തരമൊരു പ്രസ്ഥാനം തലശ്ശേരിയിലെ നെട്ടൂർ എന്ന വളരെ പിന്നാക്കം നിൽക്കുന്ന ഗ്രാമത്തിൽ തുടങ്ങിയത്. സ്വിറ്റ്സർലൻഡിലുള്ള ഒരു സന്നദ്ധ സംഘടനയായ HEKS ആണ് ഇത് തുടക്കം കുറിച്ചത്. അന്ന് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന ഒരു സാങ്കേതിക ശാഖ, ഒരു തൊഴിൽ നൈപുണ്യ വിഭാഗമാണ് അധികാരികൾ നമ്മുടെ കുട്ടികൾക്ക്, യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനായിട്ട് കരുതി വെച്ചത്. അത് വളർന്ന് ഇന്നിപ്പോൾ NTTF എന്നൊരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് ഇന്ത്യയിലാകമാനം 15 സംസ്ഥാനങ്ങളിൽ 15 കേന്ദ്രങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഈ 15 കേന്ദ്രങ്ങളിലായിട്ട് 10,000-ത്തിലധികം കുട്ടികൾ ഒരേ സമയം പഠിക്കുന്നു. കൂടാതെ NTTFന് മറ്റ് പല ശാഖകളിലായിട്ട് യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യം കൊടുക്കുന്നതിന് പദ്ധതികൾ നടപ്പിലാവുന്നു. ഒന്ന് ലേൺ ആൻഡ് ഏൺ, അതായത് കേന്ദ്ര സർക്കാർ വളരെ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ആ പദ്ധതി പ്രകാരം യുവാക്കളെ ഞങ്ങൾ കമ്പനികളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. എന്നിട്ട് കമ്പനികളിലെ പണി ചെയ്യുന്നതിനോടൊപ്പം അവർക്ക് തൊഴിൽ നൈപുണ്യം കൊടുത്ത് അവരെ ഓട്ടോമൊബൈൽ മേഖലകളിൽ ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ എന്നീ തൊഴിലിലേക്ക് അവരെ കയറ്റിവിടുന്നു. പ്രിൻസിപ്പൽ R. അയ്യപ്പനും സീനിയർ ഓഫീസർ വികാസ് പാലേരിയും, വൈസ് പ്രിൻസിപ്പൽ VM സരസ്വതി, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ PP ഷീമ, അക്കൗണ്ട്സ് അസിസ്റ്റന്റ് മാനേജർ VM രാജേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു.